നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ആളാണ് രേണു സുധി. കൊല്ലം സുധിയുടെ അകാല വിയോഗശേഷം രേണു അഭിനയ രംഗത്തേക്ക് എത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഒപ്പം ബോഡി ഷേമിംഗും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ രേണുവിന് ഇക്കാലയളവിനുള്ളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു വെളിപ്പെടുത്തിയത് മുതൽ വിമർശനങ്ങൾ പലതും ആശ്വാസവാക്കുകളായി മാറുകയും ചെയ്തു. നിലവിൽ കീമോകൾ നടക്കുകയാണ്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്ന രേണു സുധി അടുത്തിടെ നടി സീമാജി നായർക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. ഐസിയുവിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു ഫോട്ടോ. പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. ഐസിയുവിൽ ആരെയാണ് കയറ്റുന്നത് എന്നും രേണു ഉടായിപ്പാണെന്നും എല്ലാം വിമർശനങ്ങളാണ് ഉയർന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു സുധി. സീമാജി നായർ തന്നെ കാണാൻ വന്നുവെന്നത് ശരിയാണെന്നും എന്നാൽ ഐസിയുവിൽ കയറിയിട്ടില്ല എന്നും പറഞ്ഞ രേണു സുധി താൻ ഷെയർ ചെയ്തത് വീഡിയോ ആയിരുന്നുവെന്നും പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട് അൻഷാദ് എന്ന് പറയുന്നവർ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ആശുപത്രിയിൽ വന്നു എന്നത് ശരിയാണ്. എന്നെ കാണാൻ ഐസിയുവിൽ കയറിയിട്ടുമില്ല. എന്നെ നേരിട്ട് കണ്ടിട്ടുമില്ല. വീഡിയോ കോളിലാണ് ചേച്ചി എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോ ആണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും അത് മനസ്സിലാകും. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ആ ഫോട്ടോ എന്റെ സുഹൃത്തുക്കളെ കൊണ്ട് ചെയ്യിച്ചതാണ്. എല്ലാവർക്കും അത് ആണെന്ന് അറിയാം. വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് ഐസിയുവിൽ ഇടുന്നത്. ആരെയും അങ്ങോട്ടേക്ക് കയറ്റത്തുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നഴ്സുമാർ വിളിക്കുമ്പോഴാണ് എന്റെ ചേച്ചി വരുന്നത് എന്നായിരുന്നു രേണുവിന്റെ പ്രതികരണം. എനിക്ക് സഹായം ചെയ്യുന്നവരെയും എന്നെ വന്ന് കാണുന്നവരെയും ഇങ്ങനെ ക്രൂശിക്കരുത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ക്യാൻസർ ആണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക. വിഷം തന്നോ കുത്തിയോ കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് മരിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് എന്നും രേണു സുധി കൂട്ടിച്ചേർത്തു. രേണു സുധി അർബുദബാധിതയാണെന്നും വെളിപ്പെടുത്തിയ ശേഷം അവർക്കെതിരെ ഉണ്ടായിരുന്ന വെറുപ്പും വിദ്വേഷ പ്രചാരണത്തിനും സോഷ്യൽ മീഡിയയിൽ അല്പം കുറവ് സംഭവിച്ചിരുന്നു. അവരോട് ജനങ്ങൾക്ക് സഹാനുഭൂതിയും വർദ്ധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പഴയതിനേക്കാൾ 10 മടങ്ങായ രേണുവിനെതിരെയുള്ള സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട്. അവർ പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയും പോസ്റ്റും ചർച്ചയാവുകയാണ്. എന്തിന് രേണുവിനെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനുമായി എത്തുന്ന സെലിബ്രിറ്റികൾ പോലും സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങുകയാണ്. കുറച്ചു ദിവസം മുൻപ് നടി സീമാജി നായർ രേണുവിനെ സന്ദർശിച്ച് സഹായം നൽകിയിരുന്നു. രേണു ഐസിയുവിലായിരുന്നതിനാൽ നേരിട്ട് കാണാൻ സീമയ്ക്ക് കഴിഞ്ഞില്ല. രേണുവിന്റെ കുടുംബത്തെ കണ്ട കാര്യങ്ങൾ തിരക്കി മടങ്ങുകയാണ് ചെയ്തത്. അസുഖക്കിടക്കയിൽ തന്നെ കാണാനും ആശ്വസിപ്പിക്കാനും എത്തിയ വ്യക്തി എന്ന നിലയിൽ സീമയ്ക്ക് നന്ദി പറഞ്ഞ രേണു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് വലിയ വിവാദമായി. രേണുവിനെ സീമ ഐസിയുവിൽ കയറി കണ്ട് ഫോട്ടോ എടുത്തു എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു. രേണു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് താരത്തിന്റെ സുഹൃത്തായ അൻഷാദ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രേണുവിന്റെ പുതിയ വിശദീകരണ വീഡിയോയ്ക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നു. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് രേണു വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം ഇതേക്കുറിച്ച് സീമാജി നായർ നടത്തിയ പ്രതികരണവും ശ്രദ്ധ നേടുകയാണ്. നല്ലതെന്ന് വിചാരിച്ചു ചെയ്യുന്നത് തെറ്റായി മാറുന്നു. എന്റെ മുന്നിൽ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും നല്ലതാകണമെന്ന് കരുതി ചെയ്യുന്നു. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ PR വർക്ക് തുടങ്ങണം. ഇത് പലപ്പോഴും അവസാന നിമിഷമാകും കൂടെയുള്ളവർ പോലും അറിയുന്നത്. പക്ഷെ എന്തോ നമ്മളൊന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്നും. എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയ വർക്കിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ വഴി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് മാത്രം കരുതിയിട്ടാണ്. എല്ലാം നിർത്താം, മനസ്സമാധാനമാണ് വലുത് എന്നുമായിരുന്നു സീമാജി നായരുടെ കുറിപ്പ്. തന്നെ സഹായിക്കാൻ വരുന്നവരെ ക്രൂശിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിരുന്നു. എന്നെ സഹായിക്കാൻ വരുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ദയവ് ചെയ്ത് ഇങ്ങനെ ക്രൂശിക്കരുത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ഈ ക്യാൻസർ ചികിത്സയൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. എന്നെ വന്ന് വിഷം തന്നോ കുത്തിയോ കൊന്നേക്കോ എന്നും ക്യാൻസർ വന്ന വേദന തിന്ന് മരിക്കാൻ എനിക്ക് വയ്യ എന്നും രേണു പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ മറ്റുള്ളവർ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നുമാണ് രേണു സുധി പറഞ്ഞത്. കിച്ചുവും രേണുവും തമ്മിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അതെന്താണെന്ന് അവർക്കേ അറിയൂ. അവർ തന്നെ അത് പരിഹരിക്കേണ്ടതാണ്. അതിനിടയിൽ കുറെ ആൾക്കാർ ഇടപെട്ട് ആ ഗ്യാപ്പ് കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അമ്മ മകൻ വിഷയമായിട്ട് അതങ്ങ് പോകട്ടെ. രേണുവിന്റെ രോഗത്തെ സംശയിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബിഷപ്പ് വന്നിട്ട് ഒരു ഭീഷണിയുടെ സ്വരം. അനാവശ്യമായ കാര്യമല്ലേ അത്? ഇതിന്റെ നെഗറ്റീവ് വീണ്ടും രേണുവിലേക്കാണ് പോകുന്നത്. അവരാരും അത് മനസ്സിലാക്കുന്നില്ലേ? കിച്ചുവും രേണുവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് അത് കഴിഞ്ഞു. മുൻപ് രേണുവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബിഷപ്പ് രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അവർ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്.
അവിടെ. രോഗം വന്ന ശേഷം കുറെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യനാണ് സ്വിച്ചിട്ട പോലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തും പോലെ രേണുവിനും കിച്ചുവിനും മുന്നോട്ട് ജീവിതം ഉണ്ട്. കിച്ചു ചെറിയൊരു പയ്യനാണ്, അവൻ ഇനിയും ലോകം കാണാനുണ്ട്. പണ്ട് പല ഡാർക്ക് സൈഡുകളും തനിക്കുണ്ടായെന്ന് അവൻ തന്നെ തുറന്നു പറഞ്ഞതാണ്. അത് അവനെ ഭീഷണിപ്പെടുത്താനായി എടുത്തു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ആ പഴയ രീതിയിൽ അവൻ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞു തിരുത്താം. അല്ലാത്തിടത്തോളം കാലം പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അവനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. വീട് വെക്കാൻ സ്ഥലം കൊടുത്തു എന്നൊരു ബന്ധമാണുള്ളത് ബിഷപ്പുമായി അവനുള്ളത്. കിച്ചുവാകട്ടെ അവിടെ നിൽക്കുന്നുമില്ല. നേരിട്ടുള്ള ഭീഷണിയുടെ പീക്ക് ലെവലാണ് ബിഷപ്പ്. രേണുവിനെയും കുടുംബത്തെയും നിങ്ങൾ പിന്തുണച്ചോളൂ, ഞങ്ങളും പിന്തുണയ്ക്കും. പക്ഷേ ആ പയ്യൻ്റേത് ട്രോമാറ്റിക് ആയിട്ടുള്ള ലൈഫാണ്. ഒരു വെടിക്കുള്ളതൊക്കെ രേണുവിന്റെ കയ്യിലുണ്ടാവും, കിച്ചുവിന്റെ കയ്യിലും കാണും. അമ്മയും മകനും അല്ലേടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പരസ്പരം അറിയാം. ഒരു പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ആണോ ചെയ്യേണ്ടത്? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുകയല്ലേ ചെയ്യേണ്ടത്? രേണു തിരികെ വന്ന ശേഷം കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നല്ലേ പറയേണ്ടത്? കൊട്ടേഷൻ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. എന്റെ പൊന്നു ബിഷപ്പേ, എന്തിനാണിതൊക്കെ? നിങ്ങൾ പറഞ്ഞതുപോലെ എന്തിനാണ് ഒരാളെ ചവിട്ടി താഴ്ത്തുന്നത്? മനുഷ്യരാണ്, തെറ്റുപറ്റാത്ത ആരും ഉണ്ടാകില്ല. എല്ലാം സഹിക്കാനും വഹിക്കാനും ഉള്ള കപ്പാസിറ്റി വൈദികനായ നിങ്ങൾക്കും ഉണ്ടാകും. റോഡിൽ കൂടി പോകുന്ന കള്ളുകുടിയനെ പോലെയാണോ ഒരു പള്ളിയിലച്ഛൻ? ലഹരി കാര്യങ്ങളൊക്കെ കിച്ചു തന്നെ തുറന്നു പറഞ്ഞതാണ്. അതൊക്കെ തന്നെയാകും ഇവരുടെ ഈ ഭീഷണി കാര്യങ്ങളും. അതിൽ നിന്നെല്ലാം മാറി അവൻ അവന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ രണ്ട് ചേരികളിലായി കഴിഞ്ഞു. ഇപ്പോൾ ഈ അച്ഛനും എന്തിന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്? പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളല്ല കിച്ചു. മനസ്സിലുള്ള വിഷമവും ട്രോമകളും അവന് പുറത്ത് ചാടിയതാകും. രേണുവിനെ കടിച്ചു കയറാനുള്ള അവസരം നിങ്ങളായി ഉണ്ടാക്കി കൊടുക്കരുത്. അതും കിച്ചുവിനെ പറഞ്ഞിട്ട് വൈദികൻ എന്നതിന് ഒരു വില സമൂഹത്തിലുണ്ട്. അത് ഇല്ലാതാക്കുന്ന തരത്തിൽ കൊട്ടേഷൻ ഗുണ്ട ലെവലിലേക്ക് താഴരുതെന്നും സായി കൃഷ്ണ പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.